പെൺപിള്ളേരാണ്. അപ്പോൾ എനിക്ക് കിടപ്പാടും ഉണ്ടായിരുന്നില്ല. എല്ലാം പഴയ വീടായിട്ട് 30 വർഷമായിട്ട് പഴയ വീടായിരുന്നു. എല്ലാം വെള്ളം ചോർന്നിരിക്കുകയായിരുന്നു. അടുത്തുറപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കാൻ എൻ്റെ മെമ്പർ വഴി എനിക്കൊരു പഞ്ചായത്തിൽ നിന്ന് ലൈഫിൻ്റെ വീട് അനുവദിച്ചു. അതിന് കുറേയേറെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ തറയിട്ട് ഉത്തരപ്പൊക്കായപ്പോഴാണ് ഞാൻ മാതാവിനെ കുറിച്ച് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് അറിഞ്ഞത്. എനിക്ക് വരാൻ നിവൃത്തിയുണ്ടായില്ല. അങ്ങനെ 2-3 പ്രാവശ്യം വരാൻ സാധിച്ചില്ല. അപ്പോൾ ആ ചേച്ചി തന്നെ പറഞ്ഞു, മാതാവ് നിന്നെ വിളിച്ചാൽ മാത്രമേ നിനക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുഖേന ഞാൻ അടുത്ത ആഴ്ച ഞാൻ കൊച്ചിനെയും കൂട്ടി ഇവിടെ വന്നു. അപ്പോൾ കൊച്ചിനെ യുകെയിലേക്ക് പോകാൻ ഒരു ഓഫർ വരാൻ ആഗ്രഹിച്ചിരുന്നു. അത് ക്യാൻസലായി പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിന് ഒരു ദിവസം ഉടമ്പടി എടുക്കാൻ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ആ ഓഫറിലേക്ക് യുകെയിലേക്ക് പോകാൻ കൊച്ചിന് വന്നു. ഞങ്ങൾ ഉടമ്പടി മുടക്കിയില്ല. എല്ലാ ദിവസവും വെളുപ്പിനെ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി ഞാനും കൊച്ചും മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീട് പ്രശ്നം കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീട് പണിയാനുണ്ടായി. രോഗങ്ങളും കുറേ ഞങ്ങൾക്ക് അനുഭവിച്ചു. അപ്പോൾ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മോക്കും മാതാവിന് നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛനെ കാണാൻ ഞങ്ങൾ വന്നു. അച്ഛനെ അന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും വന്നു. അച്ഛൻ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു കൊച്ചിനെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും, യുകെ പോകാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞില്ല. വീണ്ടും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി. ഞങ്ങളെ പലരും സഹായിച്ചു. അങ്ങനെ ലോൺ വഴി ഞങ്ങൾക്ക് കുറേ ബാങ്കുകൾ കയറി വന്നു. പഞ്ചായത്തിലെ വീടുകളായി ലോൺ തരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണ്. ഒരു ദിവസം മൊത്തം കൊച്ചു റൂമിൽ നിന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഒരു ബാങ്ക് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ലോൺ തരാമെന്ന് പറഞ്ഞു. അത് കുറച്ച് തികയില്ലായിരുന്നു. എന്നാലും കുറച്ച് 1 ലക്ഷം രൂപ സീറ്റ് പോകാതിരിക്കാൻ ഞങ്ങൾ കെട്ടി